സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ ഒരു സംരംഭകൻ കൂടി പെരുവഴിയിലേക്ക്. തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി പോളിനാണ് സംരംഭം തുടങ്ങാനാകാതെ ജപ്തി നടപടി നേരിടേണ്ടി വന്നത്. ഒരാഴ്ചക്കുള്ളിൽ നൽകേണ്ട പെർമിറ്റും ലൈസൻസും പഞ്ചായത്ത് അധികൃതർ 10 മാസം തടഞ്ഞുവെച്ചതാണ് ഈ കുടുംബത്തെ വൻ ബാധ്യതയിലേക്ക് തള്ളിവിട്ടത്. കടുപ്പശ്ശേരി സ്വദേശി പോളിന്റെയും ഭാര്യ സബിതയുടെയും സ്വപ്നവും ജീവിതവുമായിരുന്നു ഈ സംരംഭം. അവസാനത്തെ ആശ്രയവും ഇപ്പോൾ തുരുമ്പെടുത്തു തുടങ്ങി. ഭാഗികമായി കാഴ്ച പരിമിതിയുള്ള വർഷങ്ങളായി ട്യൂമറിന് ചികിത്സയിൽ കഴിയുന്ന പോൾ തിരിച്ചു കയറാനാകാത്ത വിധം കടക്കണിയിൽപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളൂ: ഏതാനും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. പോളും ഭാര്യ സബിതയും ചേർന്ന് ആരംഭിച്ച ടിഷ്യൂ പേപ്പർ നിർമ്മാണ കമ്പനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകേണ്ട പെർമിറ്റും ലൈസൻസും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചത് മൂലം യന്ത്രങ്ങൾ നശിച്ച് സ്ഥാപനം പൂട്ടിപ്പോയതാണ് ഇവരെ 20 ലക്ഷത്തിലധികം രൂപയുടെ കടക്കാരാക്കിയത്. പഞ്ചായത്തിന് ഞങ്ങൾ 2-ാം മാസം അപേക്ഷ കൊടുത്തു. പെർമിറ്റിനും പിന്നെ വീട് ഞങ്ങളുടെ പേരിലേക്ക് മാറ്റുന്നതിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 45 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ 45 ദിവസം കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു പെർമിറ്റ് ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പം വീടിൻ്റെ ഇത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിൻ്റെ പേപ്പർ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പം പഴയ ഇതിൽ തന്നെ ഞാൻ വീടിൻ്റെ ഇത് മാറ്റി തരാമെന്ന്, ഓണർഷിപ്പ് ചേഞ്ച് തരാമെന്ന് പറഞ്ഞു. സെക്രട്ടറി സമ്മതിച്ചില്ല. അപ്പം തന്നെ ആൾ ആ പേപ്പർ വലിച്ചീറി കളഞ്ഞു. കൊരട്ടിയിലാണ് മാരിയോൺ ടിഷ്യൂ പേപ്പർ നിർമ്മാണ യൂണിറ്റ് ആദ്യം തുടങ്ങിയത്. പ്രളയത്തിൽ സ്ഥാപനം 5 ദിവസം മുങ്ങിക്കിടന്നതോടെ യന്ത്രങ്ങൾ നശിച്ചു. കടുപ്പശ്ശേരിയിലെ സ്വന്തം വീടിന്റെ മുറ്റത്തേക്ക് കുടിൽ വ്യവസായ മാതൃകയിൽ സ്ഥാപനം പുനരാരംഭിക്കാൻ ശ്രമം തുടങ്ങിയത് 2021 ജനുവരിയിൽ. വേളൂക്കര പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് വിവരമറിയിച്ചു. ബാങ്കിൽ നിന്നും വായ്പ എടുത്തും മറ്റും 250 ചതുരശ്രയടിയിൽ ഷെഡ് കെട്ടി യന്ത്രങ്ങൾ സ്ഥാപിച്ചു. പെർമിറ്റ് ലഭിക്കാൻ അപേക്ഷയും നൽകി. ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട സംരംഭമായതിനാൽ 7 ദിവസത്തിനുള്ളിൽ പെർമിറ്റ് ലഭിക്കേണ്ടതാണെങ്കിലും ഇവരുടെ അനുഭവം മറ്റൊന്നാണ്. മാക്സിമം കൂടി വന്ന 10 ദിവസം. അതിന് വേണ്ടിയിട്ട് ഇത്ര മാസം വൈകിപ്പിച്ചു. 4-ാം മാസം ഇവർ ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, വീട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീടാണ് അറിയുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ് 20 പാനൽ ഞങ്ങളെ കൊണ്ട് ഈ വീടിന്റെ പൈസ അടപ്പിച്ചത്. വായ്പാ തിരിച്ചടവ് മുടങ്ങി, ഓർഡറുകളെല്ലാം നഷ്ടമായി. സ്ഥാപനം കടക്കണിയിലായ ശേഷമാണ് പെർമിറ്റും ലൈസൻസും അനുവദിച്ചത്. ഇതിനിടെ ഭാര്യ സബിതയ്ക്കും ക്യാൻസർ സ്ഥിരീകരിച്ചതോടെ കുടുംബം കൂടുതൽ പ്രതിസന്ധിയിലായി. മെഷീനറിയുടെ പാർട്സുകളും സാധനങ്ങളൊക്കെ ഊരി പിന്നെ വീട്ടുപകരണങ്ങളൊക്കെ കൊടുത്ത് ഇപ്പം അത്യാവശ്യം ഉപയോഗിക്കേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കൊടുക്കാൻ ഇനി ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ജീവിക്കാൻ വേറെ മാർഗമില്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്. മതിയായ രേഖകളില്ലാതിരുന്നാലാണ് പെർമിറ്റ് നൽകാത്തതെന്നായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ വാദം. കടക്കണി കൂടിയതോടെ ജപ്തിക്ക് നടപടി തുടങ്ങുകയാണെന്ന് ബാങ്കിൽ നിന്നും അറിയിപ്പ് കിട്ടി. മാസം 2 ലക്ഷത്തോളം രൂപ വരുമാനം ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് പോളും കുടുംബവും ഇപ്പോൾ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ജീവിതത്തിന്റെ കണക്കുകൂട്ടൽ പിഴച്ച പോളിപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. തൃശൂരിൽ നിന്നും ബിനേഷ് ബാബുരാജിനൊപ്പം അജീഷ് ജയകുമാർ, 24.